നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്നേഹേ, നീ എന്നെ കണ്ട് കണ്ണുനീര് തുടച്ചാലും ഉള്ളിലുള്ള വിഷമൊന്നും മാറാൻ പോകുന്നില്ലെന്ന് ഏടത്തിക്കറിയാം. എനിക്ക് മനസ്സിലാവും മോളെ. കുറെ സ്വപ്നങ്ങളായി ജീവിച്ചിട്ട് അത് തകർന്നു പോകുമ്പോഴുള്ള വേദന എനിക്ക് മനസ്സിലാവും. എന്റെ മോള് ഇത്രയ്ക്കും വിഷമിക്കാൻ കാരണം ആ അർച്ചനയാ. ധനുഷ് എങ്ങനെയുള്ളവനും ആയിക്കോട്ടെ, മണ്ഡപത്തില് എല്ലാവരുടെ മുന്നില് അവൾ അവനെക്കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ അതൊക്കെ സത്യമാണോന്ന് എങ്ങനെ അറിയാം? ഇനി നാളെ ഒരു സമയം ഇതൊന്നും സത്യമല്ലാന്ന് തെളിഞ്ഞ അവന്റെ അവസ്ഥ എന്താവും? മോളുടെ അവസ്ഥ എന്താവും? ധനുഷിനെ കുറിച്ച് അവൾ അറിഞ്ഞതൊക്കെ അച്ഛനോടോ നന്ദേട്ടനോടോ രഹസ്യമായി പറഞ്ഞിട്ട് താൽക്കാലികമായി ഈ വിവാഹം നിർത്തിവെച്ച് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് പകരം അവൾ എന്തൊക്കെയാ കാണിച്ചത്? ആളുകളുടെ മുന്നിൽ വെച്ച് വലിയ ഷോ അല്ലായിരുന്നോ? കേട്ടവരെന്താ പറഞ്ഞെന്നറിയോ? നെല്ലിശ്ശേരിയിലെ കുട്ടിക്ക് നല്ലവനെയും ശരിയല്ലാത്തവനെയും ഒന്നും തിരഞ്ഞെടുക്കാൻ അറിയില്ലെന്ന്. അതൊക്കെ പറയിപ്പിച്ചത് അർച്ചനയല്ലേ? ധനുഷിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുക. അവൻ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കോടതി തീരുമാനിക്കാൻ. അവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞ നമ്മള് അവനോട് ചെയ്തത് വലിയ ദ്രോഹമായി പോയില്ലേ മോളെ? ഏടത്തിക്കറിയാം മോള് അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതുപോലെ തന്നെയാ തിരിച്ചും. ധനുഷും മോളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നിനക്ക് അവനോടൊപ്പം ജീവിക്കാൻ വിധിയില്ലാന്ന് കരുതിയാൽ മതി. അല്ലെങ്കിൽ അർച്ചന അങ്ങനെ വരുത്തി തീർത്തു എന്ന് പറയുന്നതാ കൂടുതൽ ശരി. എനിക്കൊറ്റ പ്രാർത്ഥനയുള്ളൂ, ഇനി അഥവാ അവൻ കുറ്റക്കാരനല്ലെന്ന് നാളെ ഒരു സമയം എല്ലാവർക്കും ബോധ്യമായ എന്റെ കുഞ്ഞിന് പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാവണേന്ന്. ഇനി ഏട്ടത്തി ഓരോന്ന് പറഞ്ഞു മോളെ വിഷമിപ്പിക്കുന്നില്ല. മോള് കുറച്ചേരം ഒറ്റയ്ക്കിരിക്കുക, നടന്നൊക്കെ മറക്കാൻ ശ്രമിക്കുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.